എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ലോകത്ത് എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും US സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ഒക്കെ ആണെങ്കിൽ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള അഡ്വൈസറീസ് പുറത്തിറക്കിയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും, ജപ്പാനിൽ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചേക്കാം. എല്ലാവർക്കും സംഭവിക്കുമെന്നല്ല, അത് പിടിപെട്ടാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാവുന്ന അവസ്ഥകൾ നിലനിൽക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക്, ഇപ്പോൾ കൊറോണയൊക്കെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇന്ത്യയിൽ ലക്ഷോപലക്ഷം ആൾക്കാർക്ക് പിടിച്ചു, പക്ഷെ എല്ലാവരും മരിച്ചു ഇല്ല. നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിലും വളരെ കുറച്ച് പേരാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നതല്ലേ. പക്ഷേ ഇതിൻ്റെ മരണനിരക്ക് US സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നത് പ്രകാരം 30%. അതായത് 100 പേർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ പിടിപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 30 പേരെങ്കിലും മരിക്കുമെന്നാണ് CDC ഇപ്പോൾ പറയുന്നത്. ഇതിനെ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ അഥവാ നമ്മളുടെ മാംസം തീനി ബാക്ടീരിയ എന്നാണ് വിളിക്കുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, ഇതൊരു പുതിയ ബാക്ടീരിയയോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള രോഗമോ അല്ല. ഇത് വർഷങ്ങളായിട്ട് 1980 മുതലേ നമ്മളുടെ ഇടയിലുണ്ട്. മാത്രമല്ല, നിലവിലെ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം അഥവാ STSS ഉണ്ടാക്കുന്നത് ഗ്രൂപ്പ് A വിഭാഗത്തിൽപ്പെട്ട സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയാസ് ആണല്ലേ. പക്ഷേ മറ്റ് സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയാസ് ഒക്കെ നമ്മളുടെ ഇടയിലുമുണ്ട്. നമ്മളുടെ കുട്ടികളെ അത് ഇടയ്ക്ക് ബാധിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളുടെ കുഞ്ഞു കുട്ടികൾക്കിടയ്ക്ക് തൊണ്ടവേദന, കരകരപ്പ് അല്ലെങ്കിൽ ചെറിയ റാഷസ് ഒക്കെ വരുത്താറുണ്ടല്ലോ അല്ലേ. അത് ഈ സ്ട്രെപ്റ്റോകോക്കസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാകാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഡേഞ്ചർ ആകുന്നത്? മാത്രമല്ല, ഞാൻ പറഞ്ഞു, നിലവിലെ STSS പോലും പുതിയതായിട്ടല്ല അവിടെ സ്പ്രെഡ് ആകുന്നത്. 1980 മുതലേ ഇത് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ഇപ്പോഴാണ് മനുഷ്യനെ തീനി ബാക്ടീരിയ എന്നും പറഞ്ഞിട്ട് ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നല്ല. അതിന്റെ കാരണം എന്താ നോക്കുവാണെങ്കിൽ, ജപ്പാനിൽ ഈ 2024 ഇത് ഏറ്റവും കൂടിയ തോതിൽ സ്പ്രെഡ് ആകുന്നത്. അതായത് 2023 2022 ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2024 വരുവാണെങ്കിൽ ഇത് വ്യാപിക്കുന്ന അഥവാ അത് സ്പ്രെഡ് ആകുന്ന, പരക്കുന്നതിൻ്റെയും മരണനിരക്കും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതലായിട്ട് പ്രധാനപ്പെട്ട മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡോക്ടേഴ്സും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം. അത് നമ്മൾ പറയാറുണ്ട്, പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. പക്ഷേ ജപ്പാൻകാർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ സീരിയസ് ആയിട്ട് 48 മണിക്കൂറിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. 30% മരണനിരക്കുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതൊക്കെ CDC പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനുമുമ്പ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആശങ്ക എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഒരു ലോക്ക്ഡൗൺ വരുമോ? ഇത് കൊറോണ പോലെ, കൊറോണ എന്ന് പറഞ്ഞാൽ രാജ്യവ്യാപകം എന്നല്ല, ലോകവ്യാപകമായിട്ട് തന്നെ ഇത് സ്പ്രെഡ് ആകുകയും വലിയ ലോക്ക്ഡൗണിലേക്കും അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളിലേക്കും നിയമങ്ങളിലേക്കൊക്കെ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ട് വന്നവരാണല്ലേ. നമുക്ക് ഇനിയൊരു ലോക്ക്ഡൗണിലേക്ക് പോകാനും പറ്റില്ല. മാത്രമല്ല, കൊറോണ പോലെയുള്ള മരണനിരക്ക് കൂടിയിട്ടുള്ളൊരവസ്ഥയും ഇതുമൂലം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തേക്കുള്ള ആശങ്കകളുണ്ട്. അതിനും ഉത്തരം നമ്മൾ പറയുന്നതായിരിക്കും. ഇനി STSS അഥവാ മനുഷ്യനെ തീനി ബാക്ടീരിയ, ആ ഒരു അസുഖത്തിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇതുണ്ടാക്കുന്നത് ഗ്രൂപ്പ് A വിഭാഗത്തിൽപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയകളാണല്ലേ. ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം ഇപ്പോൾ വ്യാപകമായിട്ട് കൂടുന്നു. അതിൻ്റെ തോത് പരിശോധിക്കുകയാണെങ്കിൽ 2023 ജപ്പാനിലാകപ്പാടെ, അതായത് 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആകപ്പാടെ 941 കേസുകളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 97 പേരും ഇത് ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. പക്ഷേ മറിച്ച് നമ്മൾ 2024 വരുവാണെങ്കിൽ, ഇപ്പോൾ ജനുവരി 1 മുതൽ ഈ ഒരു ജൂൺ മാസം വരെയുള്ള ഡേറ്റ് എടുത്താൽ മതി, പകുതിയോളമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ 977 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും 77 പേര് മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ആകപ്പാടെ 941 കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ 977 കേസ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു. 77 മരണങ്ങളും ഈ ഒരു 2024 ഈ ഒരു ജൂൺ മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് ഇതുപോലുള്ള ഒരു വർധനം അല്ലെങ്കിൽ ഇത്രത്തോളം സ്പീഡിൽ സ്പ്രെഡ് ആവുന്നത് കണ്ടിട്ടില്ല. ലോകത്തൊരിടത്തും തന്നെ കണ്ടിട്ടില്ല. ജപ്പാനിൽ മാത്രമല്ല, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ 5ഓളം കേസ് 2023 ഡിസംബർ മാസത്തിലും മാത്രം റിപ്പോർട്ട് ചെയ്തു എന്നുള്ള മറ്റു കണക്കുകളും വരുന്നുണ്ട്. എന്തായാലും ഇത് ഇത്രത്തോളം സ്പീഡിൽ സ്പ്രെഡ് ആയപ്പോഴാണ് അവിടുത്തെ നാഷണൽ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ അടക്കം ഇതിനെ പറ്റിയിട്ട് അലേർട്ട് ആയത്. പക്ഷേ നിലവിലെ പൊടുന്നനെയുള്ള വർധനവിന് കൃത്യമായിട്ട് ഒരു കാരണം പറയാൻ സാധിക്കില്ലെന്നാണ് ജപ്പാനിലെ നാഷണൽ
സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ സമാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇതിനു മുമ്പ് സ്പ്രെഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയൊരു വർധനവ് കണ്ടത്. 2024 ഇതിപ്പോൾ അതിനും വലിയ വർധനമാണ്. പക്ഷേ പെട്ടെന്നുള്ള വർധനവിൻ്റെ കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഇനി എങ്ങനെയാണ് ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, ഇത് പുതിയ ബാക്ടീരിയ ഒന്നുമല്ല. നമ്മൾക്കിടയിൽ തന്നെയുള്ള കുട്ടികൾക്ക് വന്ന തൊണ്ടവേദന, തൊണ്ടയിൽ കരകരപ്പ്, ചെറിയ റാഷസ് ഒക്കെ ഇല്ലേ, ഇതിന് കാരണമാകുന്ന ഒന്നാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയാസ്. ഇനി ഗ്രൂപ്പ് എയും അങ്ങനെ എപ്പോഴും പ്രശ്നക്കാരനൊന്നും ആകാറില്ല, നമ്മുടെ ശരീരത്തിന് പുറത്തിരുന്നാൽ പ്രശ്നക്കാരനൊന്നും ആകാറില്ല. പക്ഷേ ഇത് എപ്പോഴാണ് പ്രശ്നക്കാരനായി മാറുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് ബാധിച്ച് STSS അഥവാ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിൽ അഥവാ രക്തത്തിൽ എത്തുകയും അവിടെയുള്ള ഡീപ്പ് ടിഷ്യൂസിനെ ഇവൻ ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ബ്ലഡ് സ്ട്രീമിൽ കയറി ഡീപ്പ് ടിഷ്യൂസിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഇത് ഒരു എക്സോടോക്സിൻസ്, ഒരു ടോക്സിനാണ്. അതായത് ജസ്റ്റ് ഒരു വിഷമെന്ന് കരുതുക. ഈ ബാക്ടീരിയ മറ്റൊരു വിഷത്തെ അവിടെ ഉൽപ്പാദിപ്പിക്കും. ഈ വിഷമാണ് വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഈ ഒരു ബാക്ടീരിയ ഒരു അപകടമായിട്ട് നമുക്ക് ഭവിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ മേത്ത് തട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സ്കിന്നിൻ്റെ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞാലൊന്നും പ്രശ്നമാകാറില്ല. സ്കിന്നിൽ കൂടെ അകത്തേക്ക് എത്തി. അതെങ്ങനെ അകത്തേക്ക് എത്തുന്നു? പ്രധാനമായിട്ടും എങ്ങനെയായിരിക്കും എത്താൻ പറ്റുക? മുറിവുകളിലൂടെ അല്ലേ. അപ്പോൾ മുറിവുകൾ പലപ്പോഴും ഇതിനൊരു വില്ലനായിട്ട് വരാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം, എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നതെന്ന്. അപ്പോൾ ഇത്രയും അകത്തെത്തി ഇത്രയും പണി അറ്റാക്ക് നടത്തിയിട്ട് അവൻ ഈ എക്സോടോക്സിൻസ്, അതായത് ആ ഒരു വിഷം റിലീസ് ചെയ്ത്, സാധാരണഗതിയിൽ ഈ ഒരു ബാക്ടീരിയ ഉള്ളിൽ എത്തുമ്പോൾ തന്നെ നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം അതിനെ നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആരോഗ്യമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനം ശരീരത്തുള്ളവരെയൊന്നും കാര്യമായിട്ട് ഇത് കയറിയാലും ബാധിക്കാറില്ല. നമ്മളുടെ ബോഡി തന്നെ അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാറുണ്ട്. അപ്പോൾ ആരെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ആകുക? ഉത്തരം അതിൽ തന്നെയുണ്ടല്ലേ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ, പ്രധാനമായിട്ടും പ്രായം ചെന്നവരെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഇത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരെ, അവർക്ക് കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാകാം. മറ്റസുഖങ്ങൾ ബാധിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ളവരുണ്ടാകും. ഇവരെയൊക്കെ ഇത് പെട്ടെന്ന് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എക്സോടോക്സിൻ റിലീസ് ചെയ്യുമെന്ന്. അപ്പോൾ ഈ ഒരു എക്സോടോക്സിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഡീപ്പ് ടിഷ്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ മസിലൊക്കെ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, മസിൽ ടിഷ്യൂ ഒക്കെയാണ് അവിടെ ഉള്ളത്, ഇവൻ ഡയറക്റ്റ് ആയിട്ട് ഈ ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങും. അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. ഒന്നാമത്തത് ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അതിനപ്പുറത്തേക്ക് നെക്രോട്ടൈസിങ് ഫാഷൈറ്റിസ് എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകും. അതായത് ഒരു ബാക്ടീരിയകൾ വന്ന് ആ ഒരു മസിൽ ടിഷ്യൂസിനെ തിന്നു കളഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ നെക്രോട്ടൈസിങ് ഫാഷൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇത് നമ്മളുടെ കാലിന്, പ്രധാനമായിട്ടും നിങ്ങൾ ഫോട്ടോസൊക്കെ നോക്കുവാണെങ്കിൽ ആൾക്കാരുടെ കാലിനൊക്കെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള മസിൽ ടിഷ്യൂസിനെ എല്ലാം നശിപ്പിച്ച് കളയുമ്പോഴേക്കും ആ കാല് മുറിച്ച് കളയേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരാറുണ്ട്. ഇനി ആ ഭാഗത്തെ മാത്രമാണ് ഇത് അഫക്റ്റ് ചെയ്യുക? ഒരിക്കലുമല്ല. ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല, ചെറിയ പനി, ചെറിയ മസിൽ പെയിൻ, ശരീരവേദന, അതോടൊപ്പം ഛർദ്ദിക്കാൻ വരിക, ഇത്രയൊക്കെ തന്നെ ലക്ഷണങ്ങളുള്ളൂ. നമ്മളിത് കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുക, അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ട് ബീറ്റിൻ്റെ റിതം തെറ്റുക, നമ്മളുടെ കിഡ്നി ഫെയിലിയർ ആകുക, റെസ്പിറേറ്ററി നമ്മുടെ ലങ്സ് ഫെയിലിയർ ആകുക, അങ്ങനെ ശരീരത്തെ അപ്പാടെ താറുമാറാക്കാനായിട്ട് ഈ ഒരു ബാക്ടീരിയയ്ക്ക് പിന്നീട് അങ്ങോട്ട് പറ്റും. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം? നമ്മുടെ ബ്ലഡ് സ്ട്രീമിൻ്റെ അകത്ത് കയറിയിരിക്കണം, ഡീപ്പ് ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്തിരിക്കണം, നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം അവിടെ വർക്കാകാതെ പോകണം, നമ്മൾ കൃത്യമായിട്ട് ചികിത്സ തേടാതിരിക്കണം. ഇങ്ങനെയൊക്കെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. അല്ലാതെ ഇത് കയറി കഴിഞ്ഞാൽ ഉടനെ അഫക്റ്റഡ് ആകിയോ അല്ലെ കൊറോണ പോലെ എല്ലാവർക്കും പടർന്ന് പിടിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുകയോ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയൊന്നും ഇല്ല. വളരെ കുറച്ച് പേർക്കാണ് ഇപ്പോൾ നിലവിൽ ബാധിച്ചിട്ടുള്ളതല്ലേ, മറ്റേ കൊറോണയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു 24 മണിക്കൂറിനുള്ളിൽ വളരെ ഗുരുതരമായിട്ടുള്ള കിഡ്നി അടക്കം പൂർണ്ണമായിട്ടും പ്രവർത്തനം നിലയ്ക്കുന്ന, ഹേർട്ടിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന, ബ്രെയിനെ ബാധിക്കുന്ന എല്ലാ അവസ്ഥയിലേക്കും പോകാനായിട്ട് ഇതിന് സാധിക്കും. കാരണം ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഡയറക്റ്റായിട്ട് തിന്നുന്നത് ഡീപ്പ് ടിഷ്യൂസിനെയാണ്. അപ്പോൾ അവിടെ ആ ഡീപ്പ് ടിഷ്യൂസിനെ അപ്പാടെ നശിപ്പിക്കും. അതൊരു തിന്നുന്ന പോലെ പരുവാണ്. നമ്മളൊരു കേക്ക് എടുത്തിട്ട് തിന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവിടെ ഒന്നും കാണൂലല്ലേ ബാക്കി, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റേ അസുഖം ഉണ്ടല്ലോ, നെക്രോട്ടൈസിങ് ഫാഷൈറ്റിസ്, അതുപോലുള്ള അസുഖങ്ങളും ആ ഒരു അവസ്ഥകളും വരാം.
ഡയറക്റ്റായിട്ട് നെക്രോ എന്ന് പറഞ്ഞാൽ അറിയാം ഡെഡ് എന്നുള്ള വാക്കൊക്കെ അർത്ഥമൊക്കെയാണ് വരുന്നത്. അപ്പോൾ സംഭവം ഗുരുതരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവർക്ക് ഇത് ബാധിക്കപ്പെട്ട് കൃത്യമായിട്ട് ചികിത്സ തേടിയില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്, വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാ ഡീപ് ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒരു സിസ്റ്റമിക് ഇൻഫ്ലേറ്ററി റെസ്പോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമുക്ക് പെട്ടെന്ന് പനി, മൊത്തം ആകെപ്പാടെ ഒരു പനി വരുമ്പോഴുള്ള ലക്ഷണങ്ങളില്ല, അതുപോലെ ഛർദ്ദിക്കാൻ വരിക, അതുപോലെ വയറിളക്കം സംഭവിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുമൂലം ഉണ്ടാകാം. അതിനുശേഷമാണ് ബാക്കി ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നീട് ഇവൻ പ്രവർത്തിക്കുന്നത് വളരെ വേഗത്തിലായിരിക്കും. അല്ലാതെ മറ്റേ ഏതെങ്കിലും വേറെ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഒരാഴ്ച എടുത്ത് അല്ലെങ്കിൽ 2 ആഴ്ച എടുത്ത് നമ്മളെ മരണത്തിലേക്ക് വിടുന്ന പോലെ ആയിരിക്കത്തില്ല. അതിവേഗം ഇവൻ പ്രവർത്തനങ്ങൾ നടത്തും. ഇവൻ ഉൽപ്പാദിപ്പിക്കുന്ന എക്സോടോക്സിൻസ് ഉണ്ടല്ലോ, ഭയങ്കര സ്പീഡിലാണ് പണിയെടുക്കുന്നത്. ഫുള്ള് നമ്മളുടെ ആ ഒരു ടിഷ്യൂസിനെ തിന്നുകളയും. ഇപ്പോൾ കാലിന് ബാധിച്ചു, നമ്മൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുവാണ്, കാല് മുറിച്ച് കളഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ബോഡിയിലേക്ക് ഫുള്ള് ഇത് പകരും. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണിത് സ്പ്രെഡ് ആവുന്നത്, പരക്കുന്നത് എന്നാണ്. അതറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ തടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കൊറോണ വൈറസ് എങ്ങനെയായിരുന്നു സ്പ്രെഡ് ആവുന്നത്, ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ തന്നെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അന്തരീക്ഷത്തിൽ വരികയും അത് ശ്വസിക്കുവാണെങ്കിൽ നമുക്ക് വരുമായിരുന്നു. അയാൾ ഈ ഒരു മൂക്കിലെ ആ ഒരു ലിക്വിഡ് വല്ലതും കയ്യിൽ പറ്റിയിട്ട് ഒരു സ്വിച്ച് ഇട്ടു, നമ്മളും പോയി ആ സ്വിച്ച് ഇട്ടു നമ്മളുടെ മുഖത്ത് വയ്ക്കുവാണെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ആകാമായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്, മാസ്കുകൾ ഉപയോഗിച്ചു, കൈകൾ സോപ്പ് ഉപയോഗിച്ചും അതോടൊപ്പം സാനിറ്റൈസർ ഉപയോഗിച്ചും ഡിസിൻഫെക്ട് ചെയ്തു, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഒരു വ്യക്തിയിൽ നിന്ന് അകലം പാലിച്ചു തുടങ്ങിയ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ അതിനെ തടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പരക്കുന്നത് എന്ന് ജനങ്ങൾ അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്ന ഒരു മാർഗം നോക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടി നമുക്ക് സംസാരിക്കണം. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടും ഇത് സ്പ്രെഡ് ആവുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവുകളിലൂടെയാണ്. ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ശീലമാണ് ചെറിയ മുറിവുകളൊക്കെ നമ്മൾ അത് കവർ ചെയ്യാറില്ലല്ലേ. ഇപ്പോൾ നിങ്ങൾ കറിക്കരിയാണ്, ചെറുതായിട്ടൊന്ന് വിരൽ മുറിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ ഗൗനിക്കാറ് പോലും ഇല്ല, അതിനെ അങ്ങനെ തന്നെ തുറന്നു വെച്ചേക്കും. ആ ഒരു മുറിവും കൊണ്ട് ലോകം മൊത്തം നടക്കും. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ബസ്സിനും ട്രെയിനും ഒക്കെ സഞ്ചരിക്കും, എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഏതെങ്കിലുമൊക്കെ വെള്ളത്തിൽ കൈയിടും, എല്ലാം ചെയ്യുമല്ലേ. ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം. ഈ ഒരു മാർഗത്തിലൂടെ തന്നെയാണ് ഈ ഒരു ബാക്ടീരിയ പ്രധാനമായിട്ടും പകരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ചെറിയ പൊട്ടലുകളൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോഴേക്കും ഈ ബാക്ടീരിയ ഡയറക്റ്റ് ആ ഒരു പൊട്ടലിലൂടെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ എത്താൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മളുടെ തൊലിപ്പുറത്താണ് ഈ ഒരു ബാക്ടീരിയ. ഇപ്പോൾ ഒരു ലിക്വിഡ് നമ്മളുടെ കയ്യിൽ വീഴുകയാണ്, ആ കയ്യിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ഉണ്ടെന്ന് വെച്ചോ, അവൻ അകത്തോട്ടൊന്നും കയറാൻ സാധിക്കില്ല. പക്ഷേ അത് വീഴുന്നത് നമ്മളുടെ കയ്യിലുള്ള ചെറിയൊരു മുറിവിലാണെങ്കിലോ അവന് സുഖമായിട്ട് അകത്തേക്ക് പ്രവേശിക്കാനും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറിപ്പോകാനും ടിഷ്യൂസിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനും എക്സോടോക്സിൻസ് റിലീസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ മുറിവുകൾ ചെറുതോ വലുതോ ആകട്ടെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ അറ്റൻഷൻ അതിന് കൊടുക്കുക. മുറിവുകൾ പരമാവധി സോപ്പ് വെള്ളം വെച്ച് കഴുകുക, അല്ലെങ്കിൽ മുറിവുകൾ കഴുകാനുള്ള മെഡിക്കൽ ലിക്വിഡ്സും അതിനുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നിങ്ങൾ ആ ഒരു വോണ്ട് കൃത്യമായിട്ട് വൃത്തിയാക്കുക. അതോടൊപ്പം അതൊരു കവർ ചെയ്ത് വെക്കുക. ജസ്റ്റ് നമ്മുടെ ഒരു ചെറിയ മുറിവാണെങ്കിൽ അത് ഒട്ടിക്കാൻ 2 രൂപയുടെ ബാൻഡേഡ് മതിയാവും. ഇനി വലിയ മുറിവാണെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ മറ്റേ ഡ്രസ്സിങ് ചെയ്യുന്ന കോട്ടൺ വെച്ചോ ഡ്രസ്സ് ചെയ്യുക. അതൊരു നേഴ്സിനെ കണ്ടോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒക്കെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെങ്കിലൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മുറിവുകൾ തുറന്ന് വെച്ച് നടക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഉള്ള ശീലമാണ്, അത്രത്തോളം കെയർലെസ് ആണ്. ഈ ബാക്ടീരിയയുടെ കാര്യം മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് വൈറസ്, ബാക്ടീരിയ, ഫംഗൈ, മറ്റ് പത്തോജൻസും ഒക്കെ തന്നെ ആ മുറിവുകളിലൂടെ സുഖമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ മുറിവുകൾ ഒരിക്കലും നനഞ്ഞ് സൂക്ഷിക്കല്. നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് ഒരു മുറിവുണ്ടെങ്കിൽ ആ ഒരു വിരൽ നനയാതെ തന്നെ സൂക്ഷിക്കുക. മുറിവുണ്ടെങ്കിൽ ഈർപ്പം വരും, ബാക്ടീരിയയും ഫംഗൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാകും. അവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ആർ ഗോഡ്സ്, അവർക്കാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റും. അവരെന്താ പറയുന്നത്, ആ മുറിവ് ഉണങ്ങാൻ സൂക്ഷിക്കുക, അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. പക്ഷേ നമ്മൾ ചെറിയ മുറിവാണെങ്കിൽ നമ്മളിതൊന്നും ഓർക്കില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ ആ ഒരു ഡ്രസ്സ് ചെയ്ത് തരുമ്പോഴേക്കും നമ്മൾ ഓർക്കും. പക്ഷേ നമ്മൾ ചെറിയ മുറിവല്ല ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കുന്നില്ല. അത് സോപ്പിട്ടോ മറ്റ് ലിക്വിഡ് ഇട്ടോ നമ്മൾ കഴുകാറില്ല. വെറുതെ തുറന്ന് വെച്ച് എല്ലാ വൈറസിനെയും ബാക്ടീരിയയും കയറ്റിയിട്ട് ഇതൊന്നും അല്ല, ഇതിനപ്പുറമുള്ള സാധനങ്ങൾ വരത്തില്ലേ? നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്? ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, മുറിവുകളിലൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ മുറിവുകൾ കൃത്യമായിട്ട് കഴുകിയും അത് കൃത്യമായിട്ട് കവർ ചെയ്തും ഈർപ്പം തട്ടാതെയും ഒക്കെ സൂക്ഷിക്കുക. ഇനി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് മുറിവുകളിലൂടെയാണ് സ്പ്രെഡ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുറിവുകളിലൂടെ മാത്രമല്ല ഇത് സ്പ്രെഡ് ആവുന്നത്, മറ്റേത് മാർഗത്തിലൂടെയാന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഫസർ കെൻ കിക്കൂച്ചി ഫ്രം ടോക്കിയോ വുമൺസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പറയുന്ന പ്രകാരം
ഇത് ചില കേസുകളിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു രോഗം ബാധിച്ചത്, എങ്ങനെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറിയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ മുറിവുണ്ട്, അതിലൂടെയാണ് കയറിയത്. കാലയിലാണ് പ്രധാനമായിട്ടും പലർക്കും വരുന്നത്. അതായത് മുറിവുള്ള ആ ഒരു കാലുമായിട്ട് പല വെള്ളത്തിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടാകാം അങ്ങനെ. പക്ഷെ മറ്റ് പല കേസുകളിലും എങ്ങനെയാണ് ആ വ്യക്തികൾക്ക് അസുഖം വന്നതെന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഓക്കെ, മുറിവിലൂടെ സംഭവിക്കും. മറ്റ് പല കേസുകളിൽ ചിലപ്പോൾ ഡ്രോപ്ലെറ്റ്സിലൂടെ, അതായത് ഒരാൾ തുമ്മുമ്പോൾ ഡ്രോപ്ലെറ്റ്സിലൂടെ പകരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. മറ്റ് മാർഗ്ഗങ്ങളിലൂടെ ആ രോഗിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ പകരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽപ്പുണ്ട്. മുറിവുകളിലൂടെ വരുമെന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷെ മറിച്ച് ചില രോഗികൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് പ്രൊഫസർ കെൻ കിക്കൂച്ചി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുമാനപ്രകാരം ഈ വർഷം 2500ഓളം കേസുകൾ വർഷാവസാനം റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ പെട്ടെന്നുള്ള വർധനവുണ്ടല്ലോ, കഴിഞ്ഞ 2023 ഈ 24 ഏറ്റവും കൂടുതൽ വർധനവ് ജപ്പാനിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നമ്മളുടെ COVID-19 ലോക്ക്ഡൗണിലേക്കാണ്. COVID-19നുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്, COVID-19 വന്നിട്ട് ഒരുപാട് പേർക്ക് അവരുടെ പ്രതിരോധ സംവിധാനത്തിന് ചെറുതായിട്ട് കോട്ടം തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് റിക്കവർ ആയി വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുവാണെങ്കിൽ ചിലവർക്കൊക്കെ ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം, അവരുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ചെറിയൊരു കോട്ടം തട്ടിയിട്ടുണ്ട്. അതുമൂലം ഒരുപാട് പേർക്ക് അസുഖം വരുന്നു. മാത്രമല്ല അദ്ദേഹം അതോടൊപ്പം പറയുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയ എന്ന് പറയുന്ന പുതിയ ബാക്ടീരിയ ഒന്നുമല്ല, നമ്മളുടെ സമൂഹത്തിൽ തന്നെയുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ആയിട്ട് ഇടകലർന്ന് ജീവിക്കുന്നവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടും. അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ വൈറസൊക്കെ ആയിട്ട് ഇടപഴകി ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈറസിനോടുള്ള ആ ഒരു പ്രതിരോധം നമുക്ക് കിട്ടുന്നതല്ല. അതുപോലെ തന്നെ ബാക്ടീരിയ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, അതായത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, എല്ലാവരും മൂടിക്കെട്ടി ജീവിക്കുമായിരുന്നു. കൃത്യമായിട്ടുള്ള പ്രോപ്പർ മെഷേഴ്സ് എടുത്ത് കാരണം, അതായത് ഒരു വൈറസിനോടോ ബാക്ടീരിയോടോ അല്ലെങ്കിൽ ഫംഗസിനോടോ ഒന്നും തന്നെ നമ്മൾ ഒട്ടുവഴുത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കുന്നു, മാസ്കുകൾ ഉപയോഗിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈറസുമായിട്ട് നമ്മൾ അധികം ഇടകലരാതെ വരികയും അതുവഴി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ ഒരു മെക്കാനിസം അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി, ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്തില്ല. മെക്കാനിസം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മെക്കാനിസം, ആ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയുടെ മെക്കാനിസം വർക്ക് ചെയ്തില്ല. അങ്ങനെ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞു, എല്ലാവരും മാസ്കും മാറ്റി, ആരും സാനിറ്റൈസർ യൂസ് ചെയ്യാതെ വന്നു, സോപ്പുകൾ യൂസ് ചെയ്യുന്നില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് യൂസ് ചെയ്യുന്നില്ല, എല്ലാവരും പഴയപടി ആയപ്പോഴേക്കും പെട്ടെന്ന് ഈ ബാക്ടീരിയ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനം അവരുടെ ശരീരത്തിനില്ല. അതുകൊണ്ടാണ് ഈ ഒരു പെട്ടെന്നുള്ള വർധനവ് എന്നാണ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, കെൻ കിക്കൂച്ചി പറയുന്നത്. ഇനി ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആശങ്ക എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് പോലുള്ള ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്നുള്ളതാണല്ലേ. അപ്പോൾ അവിടെയും അതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിതൊരു മെഡിക്കൽ വിഷയമാണ്, അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ വെൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒപ്പീനിയൻ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ കെൻ കിക്കൂച്ചിയുടെ പറഞ്ഞു. അടുത്തത് ഹിതോഷി ഹോണ്ട എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ പ്രൊഫസറാണ്. അദ്ദേഹം പറയുന്ന പ്രകാരം ഇതൊരു റെസ്പിറേറ്ററി ഡിസീസ് അല്ല, അതായത് നമ്മളുടെ ശ്വാസപ്രക്രിയയോ അല്ലെങ്കിൽ നമ്മളുടെ ലങ്സിനെയോ ഒന്നും ബാധിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ന്യൂമോണിയോ COVID-19 ഒക്കെ അങ്ങനെയായിരുന്നല്ലേ, റെസ്പിറേറ്ററി ഡിസീസും കൂടെ ആയിരുന്നു. ഇപ്പോൾ ഓക്സിജൻ്റെ പ്രശ്നമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കോവിഡിന് ഓർമ്മയുണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ വരികയും ഡൽഹി വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുപോലുള്ള നമ്മളുടെ ലങ്സിനെയോ നമ്മളുടെ ശ്വാസോച്ഛാനത്തെയോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ബാധിക്കുന്ന ഒരു അസുഖമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻഡമിക്കിലേക്ക് പോകത്തില്ല എന്നാണ് ഈ ഒരു ഹിതോഷി ഹോണ്ട, ഒരു മെഡിക്കൽ പ്രൊഫസറാണ്, അദ്ദേഹം പറയുന്നത്. അപ്പോൾ പൊന്നുമക്കളെ, ലോക്ക്ഡൗണോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോവുക. കുറെ പയ്യന്മാരൊക്കെ മെസ്സേജ് അയക്കും, അണ്ണാ ലോക്ക്ഡൗൺ വരുമോ? പിന്നെ വരും, അവിടെ നോക്കിയിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ലോക്ക്ഡൗൺ, എൻ്റെ അനിയന്മാരോട് പറയാനുള്ളത്, ഇതിൻ്റെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. സപ്പോസ് ഈ ഒരു ബാക്ടീരിയൽ ഈ ഒരു അസുഖം പകർന്നു എന്ന് വയ്ക്കുക, കോവിഡ് പോലെയല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള 10 പേരെടുക്കുക, നിങ്ങളുടെ വീട് ഉൾപ്പെടെ, അതിൻ്റെ അകത്ത് 3 പേര് മരിച്ചു വീഴുമെന്ന് പറയുമ്പോൾ ആ 3 പേര് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമായിരിക്കില്ല. അപ്പോൾ അത് നിസ്സാര കളിയല്ല ഇതെന്ന് പറയുന്നത്, ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുന്നത്. നമ്മൾ കൊറോണ നമ്മളെന്തോ അതൊക്കെ അതിജീവിച്ചു. ഒരുപാട് മലയാളികൾക്കടക്കം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾക്കടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അത്രത്തോളം ബാധിക്കാത്ത കാരണം നമ്മൾ ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. പക്ഷേ നമ്മളുടെ വീടിന് ചുറ്റുമുള്ള അയൽവക്കത്തൊക്കെ ഉള്ളവർ മരിച്ചു വീണ ഒരു ശവപ്പറമ്പ് നമ്മളുടെ നാട്ടിൽ രൂപപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളിയൊന്നുമല്ല. അപ്പോൾ ലോക്ക്ഡൗണും മറ്റേതെന്നൊക്കെ പറയുന്നത് ചെറിയ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇതുമൂലമുള്ള ലോക്ക്ഡൗൺ അത് പരന്ന് സ്പ്രെഡായി എന്ന് പറയുന്നത് മറ്റേ സോംബി വൈറസ് ഒക്കെ വന്നതുപോലെയൊക്കെ ആയിരിക്കും. എൻ്റെ പൊന്നു മക്കളെ സ്കൂളിൽ കോളേജിലൊക്കെ പോകാൻ നോക്കുക, അവിടെ അടിച്ചു പൊളിച്ച്. മാത്രമല്ല
ഈ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളെ ആ ഒരു സുഖമുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, ഒന്ന് കോളേജിലോ സ്കൂളിലോ ഒന്ന് പോയാൽ മതി എന്നായിരുന്നു പലർക്കും അല്ലേ. പിന്നെ ഒരുപാട് ബിസിനസ്സുകളൊക്കെ തകർന്നില്ല, ആകെപ്പാടെ തകർന്നില്ല. ഇന്ത്യയുടെ GDP എത്രത്തോളമാണ് ഇടിഞ്ഞത്? അപ്പോൾ അതൊരു ചോദ്യമായിരുന്നു കേട്ടോ. അതായത് ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകും, എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകും, അതുപോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെന്തായാലും പാൻഡമിക്കിലേക്ക് പോകത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പ്രൊഫഷണൽ ഒപ്പീനിയനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2020-21 ആ 7.4 നിന്ന് 6.6 നമ്മുടെ GDP കുപ്പുകുത്തിയിട്ടുണ്ടായിരുന്നത്. 1951 ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ GDP-യിലുള്ള ഇടിവായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് കാരണം? കൊറോണ ക്രൈസിസ്. അതിന് മുമ്പുള്ള ഇടിവ് സംഭവിച്ചിട്ടുള്ളത് 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് ബാധിക്കുക നിസാരമല്ല. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അത് കൊറോണയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ മരണം കൂടുതലാണ്, അങ്ങനെ കൂടുതലാണ്. അത് കാരണം ആകെ വെട്ടിലാവും. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗണും ഇല്ല, ഒന്നുമില്ല, എല്ലാവരും സ്കൂളിൽ പോകാൻ നോക്കുക. മറ്റേ അവധി കിട്ടാൻ സാധ്യതയുള്ളത് മഴയാണ്, ഭയങ്കരമായിട്ട് മഴ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പല ജില്ലകളിലും റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് ഇരിക്കുക. മഴയും വെള്ളവും തീയും വില്ലനാണ്, ഓർത്തുകൊള്ളുക. ഇനി അതോടൊപ്പം ഈ ഒരു വിഷയത്തിൽ നിന്ന് പറയാനുള്ളത്, നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ച് എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊറോണ കാലത്ത് നല്ല ഹൈജീൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമായിരുന്നു? അത്രയൊന്നും വേണ്ട, അതിൻ്റെ ഒരു 25% നമുക്കിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സംഭവത്തെപ്പറ്റി സംസാരിക്കുക. ഈ ഒരു വീഡിയോ ഒരു 40,000 പേര് കണ്ട് അതിൻ്റെ അകത്ത് 4,000 പേര് അവരുടെ വീട്ടിൽ സംസാരിക്കുകയാണ്. 4,000 പേരുടെ വീട്ടിൽ മൊത്തം കൂടെ 4 പേര് വെച്ചുണ്ട്. അങ്ങനെ 16,000 പേര് ഹൈജീൻ ഫോളോ ചെയ്യും. ഈ ഒരു അസുഖങ്ങളെ പറ്റിയിട്ട് ബോധവാന്മാരാകും, മുറിവുകളിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ട് അവർ ബോധവാന്മാരാകും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ സംസാരിക്കുന്നത് ഇത് ഫൈനൽ എക്സ്പേർട്ട് ഒപ്പീനിയനോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. അത് നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരനോടോ അയൽവക്കത്തെ വീട്ടിലെ പയ്യനോടോ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മ അച്ഛനോടും സഹോദരനോടോ ഒക്കെ സംസാരിക്കുക. അങ്ങനെ നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നുമല്ല. മറ്റേ ജപ്പാനിലൊരു ബാക്ടീരിയ ഇറങ്ങിയ സീനാണ്. നമ്മൾ വൃത്തി സൂക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അത് വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഹൈജീൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൂടെ? ഈ ഒരു ടോണിനുള്ള ടോക്ക് തന്നെ മതി. അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റേ മെഡിക്കൽ ഡോക്ടറേറ്റ് അതൊന്നും വേണ്ട നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കയ്യിൻ്റെ ഈ വിരലും തുമ്പത്ത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിലാണല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്നത്. അതുപോലെ ട്രെയിനിൻ്റെ ആ ടോയ്ലറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാം എന്താണ് അവിടെ അവസ്ഥയെന്നല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ബാക്ടീരിയ വൈറസും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ ട്രെയിനിൻ്റെ പല ലോക്കൽ കമ്പാർട്ട്മെൻറ്റും. അതിൽ നിന്ന് മുറിവുകൾ ഡയറക്റ്റ് അതിൽ വച്ചാണ് നമ്മളൊക്കെ പലപ്പോഴും പോരുന്നത്. ചെയ്യാതിരിക്കുക. കുറച്ചൊക്കെ സാനിറ്റൈസറും നമ്മളുടെ സോപ്പ് ഇട്ട് കൈ കഴുകലും ഒക്കെ ഉപയോഗിക്കുക. മാസ്ക് വെച്ചോ, നല്ലതല്ലേ. മാത്രമല്ല മറ്റേ ഇപ്പോൾ ഒരു എസ്തറ്റിക് ലുക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതെങ്കിലും പുറത്ത് വെച്ചോട്ടെ. നല്ല കാര്യമാണ് മാസ്ക് ഒക്കെ വയ്ക്കുന്നത്. പൊടിയിൽ നിന്ന് മോചനം കിട്ടും, അലർജിയിൽ നിന്ന് മോചനം കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യുക. കുറച്ച് ഹൈജീനൊക്കെ. മറ്റേതിൻ്റെ ഒരു 25% മതി, 10%. എന്തായാലും മറ്റൊരു വീഡിയോ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ഇൻസ്പിറേഷൻ പോലെ സൈനിങ് ഔട്ട്.